സ്വന്തത്തെ എങ്ങനെ ശ്രദ്ധിക്കാമെന്നാണ്. സ്വന്തത്തെ ശ്രദ്ധിക്കുക. നമ്മളൊക്കെയും പലരും മെഴുകുതിരി വലിയ ജീവിക്കുന്ന മെഴുകുതിരി പോലെ സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന ഒരു വസ്തുവായിട്ട് സ്വയം ഉരുകിക്കൊണ്ടേയിരിക്കുന്നു, സ്വയം ഇല്ലാതായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോഴും എന്നിട്ടും മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുക നല്ലൊരു രീതിയാണ്. സാമൂഹിക പ്രവർത്തനങ്ങളായിട്ടും സമൂഹത്തിന് വേണ്ടുന്ന കാര്യങ്ങളായിട്ടും ഓരോ വ്യക്തിക്കും വേണ്ടിയും സ്വന്തം ജീവിതത്തെയോ സ്വന്തം ലക്ഷ്യത്തെയോ സ്വന്തം ആഗ്രഹങ്ങളെയോ ശ്രദ്ധിക്കാതെ നോക്കാതെ അതിനുവേണ്ടി മെനക്കെടുന്ന ഒരു രീതിയുണ്ട്. അവിടെ അത് മാത്രം പോരാ എന്നും അതോടൊപ്പം തന്നെ ഒരു സ്വന്തം ഒരു ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് കൂടി ഒരു യാഥാർത്ഥ്യമാണ്. സെൽഫ് കെയർ, അവനവനെ ശ്രദ്ധിക്കുക, നമ്മൾ സ്വയം കെയർ ചെയ്യുക, നമ്മളെ കെയർ ചെയ്യുക, സ്വന്തമായ ഒരു കെയറിങ്. എന്തൊക്കെ കാര്യങ്ങളാ കെയറിങ് വേണം? നമ്മുടെ ശാരീരിക കാര്യങ്ങൾ വേണം, നമ്മുടെ മാനസിക കാര്യങ്ങൾ വേണം, നമ്മുടെ സ്പിരിച്വലായ കാര്യങ്ങൾ വേണം. അങ്ങനെ ആത്മീയമായും മാനസികമായും ശാരീരികമായും നമ്മളെ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് എന്ത് ശ്രദ്ധ ആവശ്യമുണ്ടോ? നമ്മളെങ്ങനെ നമ്മൾ നോക്കേണ്ടത്? നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മെ ശ്രദ്ധിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ സേവനങ്ങൾ കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ളത് ദയയുടെ ഭാഗമാണ്, ജീവിതത്തിന്റെ പുരോഗതിയുടെ ഭാഗമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്യുന്ന തൊട്ടടുത്ത ദിവസം ചർച്ച ചെയ്യുന്നത് അങ്ങനെ മാത്രം ജീവിച്ചാൽ പോരാ. മറ്റുള്ളവരെ സഹായിച്ച് എല്ലാം മറ്റുള്ളവർ കൊടുത്ത് അങ്ങനെ മാത്രം പോരാ. അതോടൊപ്പം നമുക്കൊരു അവകാശമുണ്ട്, നമ്മുടെ ശരീരത്തിന് അവകാശമുണ്ട്, നമുക്കും ചില അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളുടെ ഭാഗമാണ് സ്വയം ശ്രദ്ധ കിട്ടുക എന്നത്. നമുക്കൊരു ഹാപ്പിനെസ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു സന്തോഷം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുരോഗതി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ മാനസികാരോഗ്യം, നമ്മുടെ ആത്മീയമായ പുരോഗതി, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം എന്താണ് എൻ്റെ ശാരീരിക അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ എനർജി വർദ്ധിപ്പിക്കാൻ, ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ അതിനൊരു പോയിന്റ് ഇതാണ്. അങ്ങനെ നമ്മുടെ ശരീരം ബാക്കി ഉണ്ടാകുമ്പോഴേ, ആരോഗ്യം ബാക്കി ഉണ്ടാകുമ്പോഴേ നമുക്ക് വീണ്ടും പ്രവർത്തിക്കാൻ കഴിയും. നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ആരോഗ്യം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ നമുക്കുണ്ടാകുന്നുണ്ട്. ക്ഷീണമോ പ്രയാസങ്ങളോ അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമായ ചികിത്സകൾ എടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ, അതിനല്ല അങ്ങനെയൊന്നും പോകുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മെഡിറ്റേഷനും പോലെയുള്ള മറ്റുള്ള അതേപോലെ നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ എക്സസൈസുകൾ, അങ്ങനൊരു മോർണിംഗ് റൊട്ടീൻ അങ്ങനെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എക്സസൈസ് എടുക്കേണ്ടതുണ്ട്. അത് വെച്ചൊരു ജിമ്മിൽ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് നമുക്കത് നമ്മുടെ എനർജി വർദ്ധിപ്പിക്കാൻ, ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സാമൂഹ്യ ജീവികളാണ്, മനുഷ്യനാണ്, മനസ്സുള്ളവരാണ്. നമ്മുടെ മനസ്സിന് പലപ്പോഴും പ്രയാസകരമായ അനുഭവം ഉണ്ടായേക്കാം. അപ്പൊ മാനസികാരോഗ്യം പ്രധാനമാണ്. ഇതുപോലെ മെഡിറ്റേഷൻ പരിപാടികൾ പങ്കെടുക്കേണ്ടതുണ്ട്, മെഡിറ്റേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇതേപോലെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുമോ, അത് യാത്രകളാണെങ്കിലും, അത് വായനകളാണെങ്കിലും, അത് പിന്നെ സ്വയം ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന മറ്റെന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും ആ പ്രവർത്തനങ്ങളൊക്കെയും നമ്മൾ സമയം കണ്ടെത്തുകയും നമുക്ക് വേണ്ടി ഒരു ടൈം, ഒരു മീ ടൈം നമുക്ക് എത്ര പേർക്ക് ഉണ്ടാവാറുണ്ടോ എന്ന് അന്വേഷണം കൂടി വേണം. ഒരു മീ ടൈം, എന്റെ സമയം, എന്റെ മനസ്സ് ശ്രദ്ധിക്കാൻ, എനിക്ക് റിലാക്സ് ആവാൻ, എനിക്കൊന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ, എനിക്കൊന്ന് ടാപ്പ് ചെയ്യാൻ, എനിക്കൊന്ന് എന്റെ എനർജി വർദ്ധിപ്പിക്കാൻ, എന്റെ മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ, ഒന്ന് റിലാക്സ് ആവാൻ. അത് പലർക്കും പല രീതിയായിരിക്കും. ആ ഒരു മീ ടൈം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ദിവസവും അതുണ്ടാവുന്നത് നല്ലതാണ്. ആ ഒരു മീ ടൈം കണ്ടെത്തി അതുണ്ടാക്കിയെടുത്ത് നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സ്പിരിച്വലായി നമ്മൾ
ഓരോ ഓരോ വ്യക്തിയും വിശ്വാസങ്ങളുള്ളവരായിരിക്കും. നമ്മൾ ആരിൽ വിശ്വസിക്കുന്നു എന്നത് അത് വേറെ ചർച്ചയാണ്. പക്ഷേ ആ വിശ്വാസങ്ങളിൽ നമ്മൾ ഉറച്ചു നിന്ന് അത്തരം ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. സ്പിരിച്വാലിറ്റി പറയുമ്പോൾ വെറും ഒരു പ്രാർത്ഥന മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ചെറിയ സേവനങ്ങൾ പോലും നമുക്ക് നൽകുന്ന ഒരു ആശ്വാസമുണ്ട്, മനസ്സിന് നൽകുന്ന സന്തോഷമുണ്ട്. അതും സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. ഒരാൾക്ക് ഒരു ചെറിയ സഹായം കൊടുക്കുമ്പോൾ, ഒരാൾ നമ്മൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്യുന്ന ഒരു പക്ഷേ അതും വലിയ സഹായമാണ്. കാരണം ഒരുപക്ഷെ മനസ്സ് വേദനിച്ച് പ്രയാസപ്പെട്ട് നടന്നു വരുന്ന ഒരാളുടെ മുഖത്ത് നോക്കി നമ്മൾ പുഞ്ചിരിക്കുന്നു. ആ ചിരിക്കൊരു പ്രത്യേകതയുണ്ട്, അതറിയാതെ പകരും. അങ്ങനെ ചിരി അയാൾക്ക് സാധ്യമായാൽ അയാളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. അതും സ്പിരിച്വാലിറ്റി ഭാഗമാണ്. അങ്ങനെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ആരോഗ്യം തിരിച്ചുപിടിക്കാനും അല്ലെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കാനും ആരോഗ്യത്തോടെ പ്രവർത്തിക്കാനും കഴിയുള്ളൂ. അത് വളരെ പ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ, നമ്മുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കാൻ, നമ്മുടെ ആത്മീയമായ പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കാൻ ഒരിടം, ഒരു സമയം, അത് ഓരോ ദിവസവും നമ്മൾ വിലയിരുത്തണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു നമ്മൾ നോക്കണം. അതിനൊരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. ആ ലിസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ, എൻ്റെ മാനസികാരോഗ്യത്തിനുള്ള എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളുടെ രീതികൾ നമുക്ക് ഒരു അവലോകനം നടത്താൻ കഴിയും. അത് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് അത് വലിയ പുരോഗതി നൽകും. ആ പുരോഗതി നമ്മുടെ ജീവിത രീതികൾക്ക് വലിയ മാറ്റം കൊണ്ടുവരും. സന്തോഷം എന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന, നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയായി നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെടുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാനും കൊണ്ടുവരാൻ കഴിയുന്നതാണ് അതിന് ഏറ്റവും വലിയ യാഥാർത്ഥ്യം.